ഹലോ എവരി വൺ, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ വിഷയം അമേരിക്കൻ ദേശീയ സുരക്ഷയും. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നാം അമേരിക്കയിൽ കാണുന്ന ചില കാര്യങ്ങൾ, യുഎസിയിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ, എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. ട്രംപിൻ്റെ വരവ്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാവിയെക്കുറിച്ച് ഉള്ള ഒരു ആശങ്ക നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇപ്പോൾ സാധാരണ ഈ പേപ്പറൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഈ അമേരിക്കൻ ദേശീയ സുരക്ഷയും അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സ്ഥിരതയിലും ഈ കരീബിയൻ കടലിൻ്റെ ഭൂപ്രാധാന്യവും അതിൻ്റെ സാധ്യതാപരമായ സ്വാധീനത്തെക്കുറിച്ചൊക്കെ സംശയപ്പെടുന്ന ആളുകളുണ്ട്. നമ്മളെപ്പോലെയുള്ളവരെല്ലാം നമുക്കൊരു സംശയങ്ങളുണ്ട്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കരീബിയൻ കടൽ ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലം തന്നെയാണ് കരീബിയൻ കടൽ. ഇപ്പം കരീബിയൻ കടൽ അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു കടൽ മാർഗമാണ്. അപ്പം കടലിൽ കൂടെ വ്യാപാര വിപണികൾ, കപ്പലുകൾ അല്ലെങ്കിൽ അമേരിക്കൻ ഷിപ്പ് പോകണമെങ്കിൽ ഈ കടലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് പനാമ കടൽ വഴി കിഴക്കൻ തീരത്തെ പസഫിക് മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുക. അപ്പോൾ ഈ പനാമ കടൽ വഴി, ആ കടലിടുക്ക് വഴിയാണ് ഇത് പസഫിക് മഹാസമുദ്രവുമായി കരീബിയനെ ബന്ധിപ്പിക്കുന്നത്. മെക്സിക്കോ ഉൾക്കടലിന് സംരക്ഷണം നൽകുകയും ചെയ്യും ഇതിന്. അപ്പോൾ ഏകദേശം പകുതി അമേരിക്കൻ സമുദ്ര വ്യാപാരവും മെക്സിക്കോ ഉൾക്കടൽ വഴിയാണ് ഇന്ന് നടക്കുന്നത്. അതിനാൽ കരീബിയൻ കടലിനെ നിയന്ത്രിക്കുക സാമ്പത്തിക സുരക്ഷയ്ക്ക് നിർണായകമാണ്. അപ്പോൾ ഈ കരീബിയൻ കടലിനെ നിയന്ത്രിക്കാൻ ഇന്നിപ്പോൾ അമേരിക്ക ആണ് അവിടുത്തെ നിയന്ത്രണം. ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക, ഇതിൻ്റെ എല്ലാം സാക്ഷാൽ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കൻ സ്വാധീനത്തിലാണ്. ഇതെല്ലാം അമേരിക്ക സംരക്ഷണ മേഖല. എന്നാൽ ഒരു ഭാവിയിൽ, ഇപ്പം ഞാൻ ഒരു ഭാവി, ഒരു ആസന്ന ഒരു ഫ്യൂച്ചറിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് സംശയാദൃഷ്ടിയിൽ നാം നോക്കിക്കാണേണ്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിനോട് ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വിദേശ ശക്തികളുടെ ഭീഷണിയൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കി, ചൈന അല്ലെങ്കിൽ റഷ്യ, ക്യൂബ അല്ലെങ്കിൽ നിക്കരാഗ്വേ, വെനസ്വേല തുടങ്ങിയ ഈ സോഷ്യലിസ്റ്റ് സർക്കാരുകളുമായി അമേരിക്കയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നെങ്കിലും പക്ഷെങ്കിൽ ഇവരായിട്ടൊന്നും അമേരിക്ക നല്ല ബന്ധത്തിലല്ല. നിങ്ങൾ ഒരു ഉദാഹരണം, ചൈന അല്ലെങ്കിൽ ക്യൂബ അല്ലെങ്കിൽ റഷ്യ, നിക്കരാഗ്വേ അല്ലെങ്കിൽ വെനസ്വേല, ഇവിടെയൊക്കെ നാം ഇന്നും കാണുന്ന പോലെ പേപ്പറുകളിലും ന്യൂസിൽ TV ചാനലിലും കാണുന്ന പോലെ വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പം ഈ ബന്ധങ്ങൾ പനാമ കനാൽ, ഫ്ലോറിഡ കടലിടുക്ക്, യുക്കറ്റാൻ ചാനൽ തുടങ്ങിയ പ്രമുഖ അല്ലെങ്കിൽ മുഖ്യ സമുദ്ര ചോക്ക് പോയിന്റ്, ഇതിനൊക്കെ ചോക്ക് പോയിന്റ് എന്നാ പറയുന്നത്. പറഞ്ഞാൽ പനാമ കടലും അല്ലെങ്കിൽ കനാലും അതുപോലെ ഫ്ലോറിഡ കടലിടുക്ക്, യുക്കാറ്റൻ ചാനൽ, ഇതിനൊക്കെ പറയുന്ന സമുദ്രത്തിൻ്റെ ചോക്ക് പോയിന്റുകളാണ്. ഈ ചോക്ക് പോയിന്റുകൾ ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ അത് അമേരിക്കയുടെ. എന്നാൽ ഈ വിദേശ ശക്തികൾ, ഈ ചൈനയുടെയും ക്യൂബയുടെയും നിക്കരാഗ്വയും വെനസ്വേല എന്നീ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായി റഷ്യയും ചൈനയും അവിടെ അവരുടെ ആധിപത്യം, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നത് നാം ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ റഷ്യയും ചൈനയുമായി ഈ രാജ്യങ്ങൾക്കുള്ള ഒരു ബന്ധം, ഇത് ഭാവിയിൽ അമേരിക്കൻ കടൽ ഗതാഗതത്തെ പ്രതിസന്ധിയിലാകും. അത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അത് അമേരിക്കയ്ക്ക് എന്താണ്, ഒരു ഭീഷണിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സാന്നിധ്യം. നിങ്ങളൊന്ന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം നാം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ഈ ശീതസമരകാലം എന്ന് പറഞ്ഞാൽ ഈ കോൾഡ് വാറിൽ സോവിയറ്റ് യൂണിയൻ ക്യൂബയും അല്ലെങ്കിൽ നിക്കരാഗ്വയും ഉപയോഗിച്ച് പനാമ കനാലിന് ഭീഷണി ഉയർത്തിയിരുന്നു. കണ്ടോ, അന്ന് ഇത് ശീതസമര കോൾഡ് വാർ സമയത്ത് ഇത് ഒരു ഭീഷണി, ഈ പനാമ കടലിന് ഒരു ഭീഷണിയായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയൻ
അത് മുമ്പോട്ട് കടന്നു വന്നതാണ്. ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ റഷ്യയും ചൈനയും ഇതേ തന്ത്രം ആവർത്തിക്കുകയാണ്, ഇതേ തന്ത്രം ഭീഷണി മുഴക്കുകയാണ്. റഷ്യ കൂബയിലും വെനിസ്വേലയിലും സൈനിക താവളങ്ങൾ സ്ഥാപിക്കാനുള്ള ആലോചനയിലാണ്. അപ്പം തന്നെ ചൈന കരീബിയൻ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നു. ഇനി ഈ പറഞ്ഞപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇതിന് ഒരു ബിബ്ലിക്കൽ ഒരു പ്രോഫസിയുമായിട്ട് ചില ബന്ധങ്ങളില്ലേ? ഈ ബൈബിൾ പ്രവചനങ്ങളുമായിട്ട് ചില പ്രവചനങ്ങളുടെ നിവൃത്തിയല്ലേ? അത് നമ്മൾ ബൈബിൾ പരമായിട്ട് അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാനിതിനെ നിങ്ങളുടെ ശ്രദ്ധ ഒരു ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവ് ആ ചിന്തയിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കുക. ഒന്ന്, ഇപ്പൊ ബൈബിൾ പ്രവചനങ്ങൾ നോക്കണം, ഭൂപ്രാധാന്യ മാറ്റങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഭൂമിപരമായ ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ജിയോഗ്രഫിക്കൽ ചേഞ്ചസിന് യെശയ്യാവ് എൻ്റെ പുസ്തകത്തിലും അല്ലെങ്കിൽ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകത്തിലൊക്കെ നിന്നുള്ള പ്രവചനങ്ങളുമായി നമുക്കിതിനെ ബന്ധപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ യെശയ്യാവിൻ്റെ പ്രവചനവും ആവർത്തന പുസ്തകത്തിലുള്ള ചില പ്രവചനങ്ങളുമായൊക്കെ നമുക്കിതിനെ ഈ സംഭവവാസങ്ങൾ നോക്കിക്കാണാവുന്ന. അമേരിക്ക അല്ലെങ്കിൽ ഇന്നത്തെ നമുക്ക് വേണമെങ്കിൽ അമേരിക്ക ഇസ്രായേലിൻ്റെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ആധുനിക ഇസ്രായേൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെ? അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേലികളാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും, നിങ്ങൾക്കറിയാം അമേരിക്ക അല്ലെങ്കിൽ ഈ ബ്രിട്ടൻ, ഇവർക്ക് ഈ ആംഗ്ലോ സാക്സൺ വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ചേട്ടനിയന്മാരാണ്. ഇവരൊക്കെ ചേട്ടനിയന്മാരാണ്. അപ്പം അമേരിക്ക ആണ് ഇന്ന് ആധുനിക ഇസ്രായേൽ. ഒരു രീതിയിൽ പറഞ്ഞ ഇസ്രായേലികളാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യപ്പെട്ട അല്ലെങ്കിൽ ജോലികളും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന പ്രമാണികമാരും റിച്ച് പീപ്പിളും ഒക്കെ ആരാണ്? ഇസ്രായേലികളാണ്. അപ്പോൾ ഈ അമേരിക്കയെ അമേരിക്കയിൽ നിങ്ങൾ നോക്കിക്കൊള്ളും, ദൈവശിക്ഷയെ തുടർന്ന് അതിൻ്റെ തന്ത്രപ്രധാനമായ ഗേറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമുദ്രത്തിൻ്റെ ചോക്ക് പോയിന്റുകൾ, ഞാൻ പറഞ്ഞല്ലോ പനാമ കടലിടുക്ക്, അതൊക്കെ നഷ്ടമാകുമെന്ന് ബൈബിളിൽ ഒരു 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 പ്രവചനത്തിന്റെ സൂചനയുണ്ട്. ബൈബിളിൽ പ്രവചന സൂചനയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക ജാതികളുടെ വിപണിയായ, ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു എന്തോ പറയുന്ന ഒരു മാർട്ട് മാർട്ട് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞാൽ മാർട്ട് ഓഫ് വേൾഡ് വ്യാപാര ജാതികളുടെ വിപണിയായ ഒരു ലോക വ്യാപാര കേന്ദ്രം, ഒരു പുതിയ സംവിധാനമാണ്. മാർട്ട് ഓഫ് നേഷൻസ് അറിയപ്പെടും. യൂറോപ്പ്, ചൈന, റഷ്യ എന്നിവ ഉൾപ്പെടുന്ന ഒരു ആഗോള വ്യാപാര ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിനെ ചിത്രീകരിക്കാം, ഒരു ആഗോള വ്യാപാര ബ്ലോക്ക്. അപ്പം ഈ രൂപീകരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഇന്നിപ്പോൾ ഈ നടക്കുന്ന സംഭവം ഭാവിയിൽ അമേരിക്ക ഉപരോധിക്കപ്പെടുമെന്നാണ് നിഗമനം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, റഷ്യ, ചൈന, അല്ലെങ്കിൽ ഭാവിയിലെ യൂറോപ്പ് ഇതെല്ലാം കൂടി ഇപ്പം ഒരേ രീതിയിൽ സഹകരിക്കാൻ നോക്കുക. യൂറോപ്പിൽ നിങ്ങൾക്കറിയാം, ട്രംപ് ഭരണത്തിൽ കയറിയതിനു ശേഷം യൂറോപ്പിൽ വലിയ പ്രതിസന്ധികളാണ്. എന്ന് പറഞ്ഞാൽ ട്രംപ് യൂറോപ്പുമായി അകന്നു നിൽക്കുകയാണ്. അപ്പം ഈ അകൽച്ച നമ്മൾ കാണുമ്പോൾ ഓർത്തോളം യൂറോപ്പുമായി ട്രംപ് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അമേരിക്ക ഗ്രാജുവലി പിന്മാറിയേ പറ്റൂ. അത് പ്രവചന നിവൃത്തിയാണ്. അമേരിക്കയ്ക്ക് യൂറോപ്പുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം യൂറോപ്പും ചൈനയും ഇപ്പോൾ തമ്മിലടുക്കുകയാണ്. ഈ സാമ്പത്തിക സൈനിക പ്രത്യാഘാതങ്ങളുണ്ടാവും. സാമ്പത്തിക സൈനിക പ്രത്യാഘാതങ്ങൾ ഒരുപാട് അമേരിക്കയിൽ മേലുണ്ടാവും. ഇനി സാമ്പത്തിക പ്രതിസന്ധിയിൽ അമേരിക്കൻ പ്രതിരോധ ചെലവ് കുറയ്ക്കേണ്ടി വരുമെന്ന സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, കരീബിയൻ മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശേഷി ഇന്ന് അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ചില പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? അവരുടെ സംരക്ഷിക്കപ്പെടുവാനുള്ള ആ ശേഷി, അല്ലെങ്കിൽ കരീബിയൻ മേഖലയെ സംരക്ഷിക്കാനുള്ള അവരുടെ ശേഷി കുറയുകയും. അപ്പൊ നിങ്ങൾ നോക്കിക്കൊള്ളണം. അപ്പൊ നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? റഷ്യ, ചൈന എന്നിവയുടെ സ്വാധീന വർധനവ്, അല്ലെ വേണ്ടോ? റഷ്യയുടെയും ചൈനയുടെയും ആ വർധനവ്, സ്വാധീനത, അതിലുള്ള വർധനവ് അമേരിക്കൻ വ്യാപാര മാർഗങ്ങളിൽ നിയന്ത്രണം ഉണ്ടാക്കാനിടയാകും. ഇത് സാമ്പത്തിക നാശം
വരെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ഒരു ടാരിഫൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയിൽ അല്ലെങ്കിൽ ഇരട്ടി അല്ലെ 100% ഒക്കെ ടാരിഫ് ട്രംപ് ഏർപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക ഏകദേശം ഒറ്റപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും അവിടെ തെളിഞ്ഞു വരികയാണ്. അമേരിക്കയെ അല്ലെങ്കിൽ ഉപരോധിക്കാനുള്ള റഷ്യ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ യൂറോപ്പ് ഒരു ഒരു വ്യാപാര കേന്ദ്രം തുറക്കുകയും ചൈന ഇന്ത്യക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതൊരു വലിയ നഷ്ടമായി തീരുകയും ചെയ്യും എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. എന്ന് പറയാൻ അനുമാനമല്ല, അത് പ്രവചന അടിസ്ഥാനത്തിൽ പ്രവചനങ്ങളുടെ പോക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ നിങ്ങൾ നോക്കിക്കോളാം, ലാറ്റിൻ അമേരിക്കയുടെ പങ്ക് നോക്കിക്കുക. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്യൂബ, വെനസ്വേല, നിക്കരാഗ എന്നീ 3 രാജ്യങ്ങൾ. അതിന് ട്രോയിക്ക ഓഫ് ടയറി എന്നാണ് പറയുന്നത്. ട്രോയിക്ക ഓഫ് ടയറി എന്ന് പറയുന്നത് ഈ 3 രാജ്യങ്ങൾ മേഖലയിലെ ഈ 3 രാജ്യങ്ങളുടെ അസ്ഥിരത അല്ലേ. ഇപ്പൊ നോക്കിയുള്ള അസ്ഥിരമാണ് ഈ ക്യൂബ, വെനസ്വേല, നിക്കരാഗ അസ്ഥിരമാണ്, സ്ഥിരതയില്ല. വിദേശ ശക്തികൾക്ക് അമേരിക്കയെ നേരിടുവാനുള്ള സുവർണാവസരം കാരണമാകുന്നു. ഈ വെനസ്വേലയിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനങ്ങളൊന്നുമില്ല, ക്യൂബയിൽ സ്വാധീനമില്ല, നിക്കരാഗുവയിൽ സ്വാധീനമില്ല. അവിടുത്തെ ഗവൺമെന്റ് ചൈനയുമായി അടുക്കുകയാണ്, അപ്പം അല്ലെങ്കിൽ റഷ്യയുമായി അടുക്കുകയാണ്. ഈ രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ നിങ്ങൾക്കറിയാം ഉപരോധങ്ങൾ അവയുടെ സർക്കാരുകളെ ദുർബലമാക്കി. കണ്ടോ, അമേരിക്ക ചില ഉപരോധങ്ങൾ ഇതിനു മുമ്പ് ഈ രാജ്യത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും താരിഫൊക്കെ അമേരിക്ക ഇരട്ടി താരിഫാക്കുകയാണ്. അപ്പൊ അവര് നാച്ചുറലി എങ്ങോട്ട് പോകും? അവരെ റഷ്യ ആശ്രയിക്കും, അല്ലെങ്കിൽ ചൈനയെ ആശ്രയിക്കും. അവയുമായുള്ള സഖ്യം അവർ തേടുകയാണ് ഇപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഭാവിയിൽ ഞാൻ ഒരു പ്രവചനം അല്ലെങ്കിൽ ഭാവിയിൽ അതിൻ്റെ പ്രവചനങ്ങൾ അത് നാം കാണുമ്പോൾ ഭാവി ഇങ്ങനെയാണ്. യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യ, ചൈന, ലാറ്റിൻ അമേരിക്ക എന്നിവയുടെ സഖ്യത്താൽ അമേരിക്ക ഉപരോധിക്കപ്പെടുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. മുന്നറിയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം, യൂറോപ്പ്, റഷ്യ, ചൈന, ലാറ്റിൻ അമേരിക്ക, അപ്പം ഈ സഖ്യം വളരുകയും അമേരിക്ക എന്ത് ചെയ്യും? ഉപരോധത്തിലാകപ്പെടുകയും ചെയ്യും. അപ്പം ഈ സംഘർഷം ദൈവശിക്ഷയുടെ ഒരു ഭാഗവും കൂടെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ചിന്തിക്കണം, ദൈവശിക്ഷയുടെ ഭാഗമാണ് ഇതൊക്കെ. അമേരിക്കയിൽ നിന്ന് ദൈവശിക്ഷ പുറപ്പെടുന്നതിൻ്റെ ഭാഗമാണ് ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിൽ ഒരു ഭാവിയിലേതായ സമാന കാലഘട്ടം വന്നു ചേരുമെന്നും വാദിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ന് ഭൂമിയിൽ നാം കാണുന്ന ഈ സംഘർഷങ്ങളൊക്കെ, അമേരിക്കയിൽ ഇന്ന് കാണുന്ന ഈ പ്രതിഭാസങ്ങളൊക്കെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു ക്രിസ്തുവിൻ്റെ ഒരു ആധിപത്യത്തിലേക്ക് ലോകം എത്രയും വേഗം വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ഈ ശാസ്ത്രപരമായ ഈ വിശകലനം നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഭൂമിശാസ്ത്രപരമായ ഈ വിശകലനം ആധ്യാത്മിക പ്രവചനങ്ങളെയും സംയോജിപ്പിച്ചാൽ, ഈ പ്രവചനങ്ങളെയും അല്ലെങ്കിൽ ഈ ബുക്കിലെ അല്ലെങ്കിൽ ബൈബിളിക്കൽ പ്രവചനങ്ങളെയും കൂടെ നാം സംയോജിച്ച് പഠിച്ചാൽ കരീബിയൻ കടലിൽ അമേരിക്ക തൻ്റെ തന്ത്രപരമായ ആധിപത്യം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. വിദേശ ശക്തികളുടെ സഖ്യത്താൽ അമേരിക്ക ഉപരോധിക്കപ്പെടുമെന്ന മുന്നറിയിപ്പിനൊപ്പം അപ്പോൾ അവിടെയാണ് കേട്ടോ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിൽ ഒരു ശാശ്വതമായ സമാധാന കാലഘട്ടം ഉണ്ടാകുമെന്ന പ്രത്യാശയും അതിൽ ഉന്നയിക്കുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ഒരു രാജ്യം എത്രയും വേഗം വരും എന്നുള്ളൊരു സൂചന നമുക്ക് നൽകുന്നു. നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ, നിങ്ങൾ മനം തിരിഞ്ഞാൽ നിങ്ങൾക്കും ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കാളികളായി തീരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.